ഇന്നൊരു ബിരിയാണി കഥയാണേ. വീട്ടിൽ എല്ലാവരും അവധിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഇന്ന് സൺഡേ ആയിട്ട് ഒരു കുട്ടി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി രാവിലെ തന്നെ ചിക്കൻ വാങ്ങി അത് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. നമ്മൾ രാവിലെ തുടങ്ങിയ പണിയാണേ. ബിരിയാണി വെച്ചത് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ അത് ഒത്തിരി നീണ്ടുപോയി. പിന്നെ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞു. അതിൽ തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പാത്രം വെച്ച് അതിൽ എണ്ണ, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിനോടൊപ്പം സവാളയും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കണം. അതിനുവേണ്ടി ആ സെയിം പാത്രത്തിൽ തന്നെ ആ സെയിം എണ്ണയിൽ സവാളയിട്ട് വഴറ്റി. സവാള നല്ലപോലെ വഴണ്ട് വരണം, അപ്പോൾ ടേസ്റ്റ് കൂടും. സവാള ഇങ്ങനെ വഴണ്ട് നല്ല ഗോൾഡൻ ഷെയ്ഡാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്താൽ വളരെ വേഗത്തിൽ അത് ഗോൾഡൻ കളറാവുമേ. അതിനുശേഷം പച്ചമുളകും ആഡ് ചെയ്തു. പിന്നീട് തക്കാളി ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത് അതും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് വഴറ്റണം. കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ്, പക്ഷെ ചെയ്തേ പറ്റൂ. നമ്മൾ ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു ബിരിയാണി കിറ്റ് വെച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഒരു ബിരിയാണി കിറ്റ് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോൾ അതുടനെ വാങ്ങിച്ചു. അത് വെച്ചൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബിരിയാണിയുടെ തുടക്കം എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ തക്കാളി ചേർത്ത് സവാളയൊക്കെ വഴറ്റിയെടുത്ത ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്തു. അതും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്തു. പൊടിയിൽ ആദ്യമായിട്ട് മുളക് പൊടി ആഡ് ചെയ്തു, അതുപോലെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അത് രണ്ടും ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് പിന്നെയാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടത്. ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടു, അതും മൂപ്പിച്ചെടുത്തു. ഇതെല്ലാ പൊടികളും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ച ശേഷമാണ് നമ്മൾ ബിരിയാണി കിറ്റിലുള്ള മസാല ആഡ് ചെയ്യുന്നത്. അങ്ങനെ അതും ആഡ് ചെയ്തു, നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. പിന്നീട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യണമായിരുന്നു. അത് നമ്മുടെ കുരുമുളക് പൊടിയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കുരുമുളക് പൊടി ഇല്ലായിരുന്നു, പകരം കുരുമുളകായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഉടനെ തന്നെ കുരുമുളക് എടുത്ത് നമ്മുടെ കല്ലിലിട്ട് ചതച്ച് പൊടിയാക്കിയിടുന്നു. അതങ്ങനെ അതിലേക്ക് മിക്സ് ചെയ്തു. അങ്ങനെ ഈ പൊടികളൊക്കെ ഒന്ന് പാകമായി വന്ന ശേഷം നമുക്ക് ചിക്കൻ ഇടണം കേട്ടോ. അപ്പോൾ അതിനാണ് കട്ട വെയിറ്റിംഗ്. അങ്ങനെ ഫൈനലി ചിക്കൻ ഇടേണ്ട സമയമായി. അങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് പെറുക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുവാണേ. ചിക്കൻ ഇടുമ്പോൾ വെള്ളമൊന്നുമില്ലാതെ ഓരോ കഷ്ണങ്ങളായിട്ട് പെറുക്കിയിടാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ആ ഗ്രേവിയുമായിട്ട് ചിക്കൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ ഒത്തിരി സമയമെടുത്ത് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് തൈരും കൂടെ ഒഴിക്കുക. തൈര് ഒഴിച്ചാൽ നല്ലപോലെ അതൊന്നുകൂടെ മിക്സ് ആവാനും അതുപോലെ ഒരു പുളിയും കിട്ടുവേ. അതിന് വേണ്ടിയിട്ടാണ് തൈര് ആഡ് ചെയ്യുന്നത്. അങ്ങനെ തൈരും കൂടെ മിക്സ് ചെയ്ത് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതിയാകുവേ. ആ സെയിം ടൈം തന്നെ നമുക്ക് ബിരിയാണി റൈസും വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് വേറൊരു പാത്രം വെച്ച് അതിൽ നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് കുറച്ച് ഗ്രാമ്പൂ, ഏലയ്ക്ക, കറുവാപ്പട്ട, ജീരകം, ബേ ലീവ്സ് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു സവാള കനം കുറച്ചരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഇളക്കി യോജിപ്പിച്ച ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളക്കണം കേട്ടോ. തിളച്ച ശേഷമാണ് നമുക്ക് ബിരിയാണി റൈസ് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇതും ഒരു ലോങ് പ്രോസസ്സാണ്. നമ്മൾ ഈ വെള്ളം ഒഴിച്ച് ഒത്തിരി നേരം കാത്തിരുന്നു ഇത് തിളക്കുന്നത് നോക്കിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ വെള്ളം തിളച്ചു. അപ്പോൾ അരി നേരത്തെ തന്നെ ഒരു 30 മിനിറ്റ് മുന്നേ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ട്.
അങ്ങനെ ആ അരി ഊറ്റിയെടുത്തിട്ടാണ് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അരി വെന്തത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ്, ഫൈനൽ സ്റ്റെപ്പാണ് ദം ചെയ്യുക എന്നുള്ളത്. അതിനായിട്ടൊരു പാത്രം എടുത്തു. അതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ തൂവിക്കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വേണം ചിക്കൻ ഇടാൻ. ചിക്കൻ ഇട്ടിട്ട് ഊറ്റി വെച്ച ബിരിയാണി റൈസ് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പതിയെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ബിരിയാണി കിറ്റിൽ ഒരു ബിരിയാണി എസൻസ് ഉണ്ടായിരുന്നേ, ആ കുപ്പി പൊട്ടിച്ച് അത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പുറമേ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മുടെ കയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ, അത് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തു. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി അവയും കൂടെ ആഡ് ചെയ്തെടുത്തു. അപ്പോൾ ഒരു ലെയർ ഉണ്ടാക്കി. ഇതിൻ്റെ മുകളിൽ മറ്റൊരു ലെയറും കൂടെ ഉണ്ടാക്കണം. അതിനായിട്ട് വീണ്ടും നമ്മൾ ബാക്കി ചിക്കൻ അതിൻ്റെ പുറമേ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇതിൻ്റെ മുകളിലും ബിരിയാണി റൈസ് ഇടണം കേട്ടോ. അതിന് ശേഷം വീണ്ടും സവാള സ്പ്രെഡ് ചെയ്യുക, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയൊക്കെ സ്പ്രെഡ് ചെയ്യണം. പിന്നെ ഒരു മഞ്ഞ കളർ വരാനായിട്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചേക്കുന്നതാണ് ആ കാണുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മൂടി എന്തെങ്കിലും വെയിറ്റോ അല്ലെങ്കിൽ ദം ചെയ്യാം ചുറ്റിനും. അങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരം മൂടി വേവിക്കണം. ലോ ഫ്ലെയിമിലാണേ വേവിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത വീഡിയോ ആണിത്. ഓപ്പൺ ചെയ്തു. അപ്പോഴേക്ക് നമ്മൾ വിശന്നു കേട്ടോ, നല്ലപോലെ വിശന്നു പോയി. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ പ്ലേറ്റിലാക്കി കഴിക്കാൻ പോകുവാണ്. അത് എടുക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം, ആ പീസൊക്കെ പൊട്ടിപ്പോകാതെ ക്ഷമയോടെ വേണം എടുക്കാൻ കേട്ടോ. അതിൽ എല്ലാവരും വിശന്നു പോയായിരുന്നേ, അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പ്ലേറ്റിൽ എടുത്തുകൊണ്ടിരിക്കുവാണ്, ഓരോ പ്ലേറ്റായിട്ട്. കാണാനൊക്കെ ഒരു ലുക്കുണ്ട്, അപ്പോൾ ടേസ്റ്റും അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരുന്നത് വെറുതെ ആയില്ല. ബിരിയാണി അടിപൊളിയായിരുന്നേ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ബിരിയാണി കഥ? അപ്പോൾ അടുത്ത കഥയുമായിട്ട് ഞാൻ ഉടനെ വരുവേ.